ഇന്ന് നമുക്ക് പഞ്ഞി പോലെ സോഫ്റ്റായ ഒരു റവ ഉപ്പുമാവ് ഉണ്ടാക്കാം. ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ചെറിയൊരു ട്രിക്ക് മാത്രം ഉപയോഗിച്ചാൽ മതിയേ. അത് പറഞ്ഞു തരാം കേട്ടോ. വെറുതെ കയറി ഇറങ്ങി നമ്മൾ തിന്നും, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ ദേശീയ ഭക്ഷണം ഈ ഉപ്പുമാവാണ് കേട്ടോ. കാരണം ആഴ്ച 4 ദിവസം എൻ്റെ വീട്ടിൽ ഉപ്പുമാവായിരുന്നു. അന്ന് അംഗങ്ങൾ കുറേ ഉള്ളതുകൊണ്ടായിരിക്കാം. എന്നാണേലും അന്ന് ഏറ്റവും കൂടുതൽ വെറുത്തതും ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നൊസ്റ്റു അടിച്ച് ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഈ റവ ഉപ്പുമാവ് കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് സോഫ്റ്റ് ആവാൻ ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിനകത്തേക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പാത്രത്തിനകത്തേക്ക് നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഈ റവ ഇട്ട് കൊടുത്തേക്കുക. റോസ്റ്റഡ് റവയാണെങ്കിലും ഇട്ട് കൊടുക്കണം, അല്ലാത്ത റവയാണെങ്കിലും നമ്മൾ ഒന്നുകൂടെ റോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ ഷെയ്ഡ് വരുന്നതുകൊണ്ട് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആ സെയിം പാത്രത്തിനകത്തേക്ക് തന്നെ വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം കടുക്, ഉഴുന്ന്, ഉണക്കമുളക്, കറിവേപ്പില ഇട്ടൊന്ന് വറവിടാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കുണ്ടല്ലോ അരിഞ്ഞു വെച്ച നമ്മുടെ സവോളയും ക്യാരറ്റും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കുണ്ടല്ലോ അതിനകത്തേക്ക് 1 ഗ്ലാസ് റവയാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയതെടുക്കുക. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞെരടി അങ്ങോട്ട് പിഴിഞ്ഞ് തേങ്ങയും തേങ്ങാപ്പാലും കൂടി ആക്കുക കേട്ടോ. ഇത് ആ ഒരു വെള്ളത്തിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ഈ റവ കുറേശ്ശായിട്ടും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചോളുക, ലോ ഫ്ലെയിമിലിട്ടിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അടപ്പൊക്കെ അങ്ങോട്ട് തുറന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് എടുത്ത് കഴിക്കുക. എന്നാ ടേസ്റ്റാണെന്നറിയാമോ? മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യണേ. ടാറ്റാ.